പോക്ക് ഇങ്ങനെയാണ് എങ്കിൽ എത്രയും വേഗം ജയിലുകളൊക്കെ ഒന്ന് നവീകരിക്കണം. കാരണം PV മകളും എപ്പോഴാണ് അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. AC റൂം, യൂറോപ്യൻ ക്ലോസറ്റ്, സ്വിമ്മിംഗ് പൂൾ, കാലിത്തൊഴുത്ത്, ലിഫ്റ്റ് എന്നിവയെങ്കിലും പണിയാൻ ജയിൽ അധികൃതർ ഒന്ന് പരിശ്രമിക്കണം. ഇല്ലെങ്കിൽ പണി പാളും. വരുന്നത് സൂര്യനാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഒന്ന് ശ്രമിച്ചാൽ ആരെയും കരിച്ചു കളയാൻ കഴിയുന്നത്ര കഴിവ് സൂര്യനുണ്ട് എന്നാണ് പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ സ്വകാര്യ കരിമണൽ കമ്പനി മാസപ്പടി നൽകിയെന്ന ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന രീതിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഉയരുന്നത് നിരവധി ചോദ്യങ്ങളാണ്. CMRLന് വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണ് എന്നതാണ് ഇതിൽ പ്രധാനം. ROCയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും പ്രസക്തമാണ്. CMRL കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെ പ്രതിനിധിയുമുണ്ട്. ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. എന്നിട്ടും KSIDC എന്ത് നടപടിയെടുത്തു എന്നതും നിർണായകമാണ്. അതുകൊണ്ടാണ് CMRLനും എക്സാലോജിക്കിനുമൊപ്പം KSIDCയും പ്രതിക്കൂട്ടിലാകുന്നത്. കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണ് എങ്കിൽ എന്ത് അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്ന ROCയുടെ ചോദ്യവും നിർണായകമാണ്. CMRL എന്ന കമ്പനി ആദായ നികുതിയുടെ ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിലേക്ക് പോയത്. ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി പ്രതിസ്ഥാനത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടി വരാത്തതും. എന്നാൽ ROC എത്തിയതോടെ കഥ മാറി. നിയമപരമായ കരാറും സുതാര്യമായ പണമിടപാടും എന്ന രീതിയിൽ വീണയുടെ കമ്പനിക്കായി മാധ്യമങ്ങളിൽ പ്രതിരോധം തീർത്തത് CPM ആണ്. എന്നാൽ ഈ രണ്ട് വാദവും നിലനിൽക്കുന്നതല്ല എന്നാണ് ROCയുടെ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ശുപാർശയും വ്യക്തമാക്കുന്നത്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് വീണയ്ക്ക് മാസപ്പടി നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. സ്വകാര്യ കരിമണൽ കമ്പനി എക്സാലോജിക്കിന് നൽകിയ പണത്തിനു പുറമെ വീണയ്ക്ക് മാസം തോറും പണം നൽകിയിട്ടുണ്ട്. അത് ROCയുടെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. വീണയ്ക്ക് ലഭിച്ച പണത്തിന്റെ കണക്ക് അവരുടെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിലും കാണിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ഒറ്റവാദത്തിലേക്ക് ഈ വിവാദത്തിലുള്ള പ്രതിവാദം ചുരുക്കുവാനാണ് ഇപ്പോൾ CPM ശ്രമം. സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഇതിൽ അഴിമതിയുണ്ട്. ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് ROCയുടെ കണ്ടെത്തൽ. കമ്പനികൾ തമ്മിലുള്ള കരാർ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെ ആവണം. ആ തീരുമാനത്തിന് ഒപ്പ് അടക്കമുള്ള മിനിറ്റ്സ് ഉണ്ടാവണം. എക്സാലോജിക് ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച KMMLന്റെ ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നില്ല എന്നതും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ല. സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജ രേഖയുണ്ടാക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടില്ല. CMRL എക്സാലോജിക്കിന് നൽകിയ പണത്തിന് GST അടച്ചതിന്റെ വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക് കൈമാറിയത്. എന്തായാലും വീണ കൊടുത്ത പണി റിയാസിനും കൂടെയാണ് ഏൽക്കുന്നത്. കസേര തെറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട.